ഗൈസ്, ഇന്ന് നമുക്കൊരു ചിക്കൻ കറി വെക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം പാനിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ സവാള ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ബ്രൗൺ കളറാകുന്ന വരെ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്യണം. നമുക്ക് ഫ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ എണ്ണയുണ്ടല്ലോ, ഈ എണ്ണയിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്കിനകത്ത് കുറച്ച് ഏലക്ക ഇടാം. അത് വേണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഏലക്ക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കുക. പച്ചമുളക് ഇടുക കുറച്ച് കഴിയുമ്പോൾ. പിന്നെ കൊച്ചുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം ടേസ്റ്റിൻ്റെ. അത് മൂക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കുക്കറിലേക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. മറ്റേത് കുറച്ച് മസാലകൾ ഇട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ എല്ലാം കുറച്ച് എടുക്കുന്നുള്ളൂ, കാരണം നമ്മളിതെല്ലാം മൂപ്പിച്ച് ചേർക്കും. അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഗരം മസാല, ചിക്കൻ മസാല എന്താണെന്ന് വെച്ചാൽ അതിടാം. പിന്നെ ഞാൻ കുറച്ച് തക്കാളി ഇടുന്നുണ്ട്. പിന്നെ കൊച്ചുള്ളി, നമ്മളിവിടെയും കൊച്ചുള്ളി ഇടുന്നുണ്ട്. കൊച്ചുള്ളിയാണ് മെയിൻ ഐറ്റം, ടേസ്റ്റ് കൂട്ടാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അതുകൊണ്ട് കുറച്ച് കൊച്ചുള്ളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിനകത്തും കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇനി നമുക്കിത് ഇച്ചിരി വെള്ളമൊഴിച്ച് നന്നായിട്ട് വേവട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ, പാനിൽ വെച്ച് സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തും തക്കാളി ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് വരട്ടി മൂപ്പിച്ചെടുക്കും. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. അത് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ലാസ്റ്റ് വേണമെങ്കിലും ഇടാം. ഇനി അതെല്ലാം വാടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആ പാനിൽ തന്നെ നമുക്കത് സൈഡാക്കിയിട്ട് കുറച്ച് മുളക് പൊടി ഇടാം. അത് ഓരോരുത്തരുടെ എരി അനുസരിച്ചിട്ടാണ്. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിപ്പോൾ ഇവിടെ ഇട്ട് മൂപ്പിക്കാം. കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, മീറ്റ് മസാല. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല മൂത്ത മണം വരണം. കരിഞ്ഞു പോകാതെ നമ്മൾ നോക്കണം കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റേ മാറിപ്പോയി. അതുകൊണ്ട് കറക്റ്റ് രീതിയിൽ തന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂത്ത് കഴിയുമ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചെടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. നമ്മൾ ആ പാനിൽ നിന്ന് നമുക്ക് വലിയൊരു ഉരുളിയിലോട്ട് മാറ്റാം, കാരണം എല്ലാം കൂടി അതിനകത്ത് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു വലിയ ഉരുളി എടുത്ത് എണ്ണ ഒഴിച്ചു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വരട്ടി വെച്ചു, ഒന്ന് ചൂടാക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിലെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഉരുളിയിലേക്ക് തട്ടി. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഗ്രേവി ഉണ്ടല്ലോ, അത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് സെറ്റാക്കി ഇതിനകത്തേക്ക് ഒഴിക്കുക. ഓൾറെഡി നമ്മൾ ബീഫിനകത്തേക്കും വെള്ളം ചേർത്തൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ നല്ല വെള്ളമുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൽ ചൂടുവെള്ളം ഒഴിച്ച് അതുമുണ്ട്. മൊത്തത്തിൽ ഇച്ചിരി നല്ല ലൂസായിട്ടുണ്ട്. നമുക്ക് ലൂസ് കറിയാണെങ്കിൽ ഒരു നല്ല തളവെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. നമുക്കിതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കുറുകി വരാൻ വേണ്ടിയാണ്. അപ്പോഴേ മൊത്തത്തിൽ നിന്ന് സെറ്റായി വരത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് കുറുകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തീ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഉരുളിയിൽ വെച്ചിട്ടുണ്ട്, അങ്ങനെ അടി കുടിക്കത്തില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതോടെ ചേർക്കുമ്പോഴാണ് കറിയുടെ ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് കറിവേപ്പില ലാസ്റ്റ് ഡെക്കറേഷൻ ഇടാം. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ പിന്നെ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല. ഓൾറെഡി ബീഫിൽ നല്ല നെയ്യുണ്ട്. അപ്പം ഇത് കുറുകി